ഹലോ ഗൈസ്, നമുക്ക് ഇന്നൊരു പിസ്സ കഴിക്കാൻ പോയാലോ? ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ നേരിട്ടും പറഞ്ഞാണ് കേട്ടോ. ടിവിയിലും മറ്റും ആരോ പിസ്സ കഴിക്കുന്ന കണ്ടിട്ട് ലാസ്റ്റ് 2 days ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ആഗ്രഹം പറഞ്ഞല്ലേ, എങ്കിൽ പിന്നെ അത് സാധിച്ചു കൊടുക്കാമെന്ന് ഞങ്ങളും വിചാരിച്ചു. നമ്മുടെ അടുത്തുള്ള പിസ്സ ബ്രദേഴ്സിലാണ് കേട്ടോ പോയത്. വലിയ കാര്യത്തിൽ ആൾ പിസ്സ വേണമെന്നൊക്കെ പറഞ്ഞു. ബട്ട് ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ ആൾ കഴിക്കാൻ പോകുന്നത്. ഓർഡറൊക്കെ ചെയ്ത് കഴിഞ്ഞെങ്കിലും ആൾക്ക് ഒട്ടും ക്ഷമയുണ്ടായിരുന്നില്ല കേട്ടോ. മിനിമം ഒരു 10 times എങ്കിലും ചോദിച്ചിട്ടുണ്ടാവും എന്താ ഇനിയും കൊണ്ടുവരാത്തതെന്ന് പറഞ്ഞിട്ട്. അതിനിടയിൽ ബേബിക്ക് നല്ല വിശപ്പുണ്ട്, എന്താ കൊണ്ടുവരാത്തെ, ഇപ്പൊ കൊണ്ടുവരുമോ, ഈ വക ചോദ്യങ്ങളായിരുന്നു ആൾക്ക്. സത്യം പറഞ്ഞ ഒരു 10 minutes പോലും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. അതിന് മുമ്പ് നമ്മുടെ ഓർഡർ എത്തി. ബട്ട് ഒരു 1 hour വെയിറ്റ് ചെയ്തതിന്റെ എക്സ്പ്രഷൻ ഇട്ട് കൂട്ടിയിട്ടുണ്ട് അതിനിടയ്ക്കാണ്. നമ്മൾ ഇത്തവണ ചീസ് പിസ്സയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഓർഡർ എത്തിക്കഴിഞ്ഞതും പിന്നെ അത് ഓപ്പൺ ചെയ്യാൻ കിട്ടാതിരുന്നപ്പോൾ അതിന്റെ ദേഷ്യത്തിലായിരുന്നു ആള്. ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മമ്മി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു ഫസ്റ്റ് ആള്. പിന്നെ കുറച്ച് കഴിഞ്ഞതും ആള് തന്നെ കഴിക്കാനും തുടങ്ങി. എങ്ങനെയുണ്ട്, ഇഷ്ടമായെന്നൊക്കെ ചോദിച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു പീസ് പോലും ഫുള്ളായിട്ട് കഴിച്ചില്ല കേട്ടോ ആള്. ചീസ് പിസ്സ ആയതുകൊണ്ട് തന്നെ നല്ല ക്രീമി ആയിരുന്നു കഴിക്കാൻ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നേരും എന്തിനാ പെട്ടെന്ന് മതിയാക്കിയെന്ന് ആലോചിച്ചപ്പോൾ ഫസ്റ്റ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് ഓർഡർ പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. പിസ്സ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് മൂപ്പര് ഇത് കണ്ടത്. അപ്പോൾ പിന്നെ ഷുവർ ആയിട്ടും പിസ്സയ്ക്ക് ടേസ്റ്റ് കുറയുമല്ലോ. പിന്നെ ഇതിന് വേണ്ടിയുള്ള കുറച്ച് ഡ്രാമയായിരുന്നു. എല്ലാവർക്കും കോൾഡ് ആയതുകൊണ്ട് കോക്ക് പോലും വേണ്ടെന്ന് വെച്ചതായിരുന്നു. അതിനിടയ്ക്കാണ് ഇത്. അങ്ങനെ പിസ്സ കഴിക്കാനാണ് വന്നതെങ്കിലും തിരിച്ചു പോയത് കയ്യിൽ ഐസ്ക്രീമും കൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള ഡ്രാമ ക്യൂൺസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.